ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ നിലപാടിന്റെ രാജ്കുമാർ അഖിൽമാരാറെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ്. അഖിൽമാരാറിന്റെ ജനകീയ കോമഡിയുടെ എപ്പിസോഡ് 24 ന്യൂസിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇത് വന്നതിന് ശേഷം ഒരുപാട് മെസ്സേജും കമന്റ് ആണ്, ചേട്ടാ ഇത് റിയാക്ട് എന്നും പറഞ്ഞു വരുന്നത്. സീരിയസ്ലി അതിനകത്ത് റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും ഇല്ല. കണ്ടിരിക്കുക, ചിരിക്കുക, ഇതാണ് നമുക്ക്. ഇത് ചിരിക്കാൻ വേണ്ടി മാത്രമേ തുള്ളു. ഞാനൊരു കോമഡി പടം, ഒരു കോമഡി ഷോ കണ്ട് ഇത്രയും ചിരിച്ചിട്ടുണ്ടാവില്ല. അത്രയ്ക്ക് കോമഡി ഉണ്ട് ആ സാധനം. ആദ്യത്തെ എപ്പിസോഡ് 1 മണിക്കൂർ, രണ്ടാമത്തെ എപ്പിസോഡ് 55 മിനിറ്റ്. 1 മിനിറ്റ് പോലും സ്കിപ്പ് അടിക്കാതെ നമ്മളിത് കണ്ടുപോകും. അത്ര എൻഗേജിങ് ആയിട്ടുള്ള കോമഡി സാധനം. എന്നാൽ പിന്നെ നമുക്ക് ഒരുമിച്ച് ചിരിക്കാം ഗൈസ്. വേഷം മാറുന്ന നിമിഷങ്ങൾ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അഖിൽ ഇപ്പോൾ എന്താണ്, ആരാണ്, എവിടെയാണ്, ഹു ആർ യു നൗ? അന്നും ഇന്നും അഖിൽമാരാർ തന്നെയാണ്. അന്നും ഇന്നും അഖിൽമാരാർ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം അഖിൽ രാജ് ആയിരുന്നു. അത് കഴിഞ്ഞ് അഖിൽ കോട്ടാത്തലയായി. അതിനുശേഷമാണ് അഖിൽ മാരാറാവുന്നത്. അപ്പം അഖിൽമാരാർ എന്ന് പറയുമ്പോഴത്തേക്ക് അതെങ്ങനെ കോട്ടാത്തല ശരിയാവുന്നത്? ഇയാള് പേര് മാറുന്നതിന്റെ കൂട്ടാണ് പാർട്ടിയും മാറുന്നത്. അവിടെ ഉണ്ടോന്ന് ചോദിച്ചാൽ അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ടോന്ന് ചോദിച്ചാൽ ഇവിടെ ഉണ്ട്, അവിടെ ഇല്ലയോന്ന് ചോദിച്ചാൽ അവിടെ ഇല്ല, ഇവിടെ ഇല്ലയോന്ന് ചോദിച്ചാൽ ഇവിടെ ഇല്ല. ആ ഒരു സെറ്റപ്പാ. അഭിപ്രായങ്ങൾ മാറിയത് ശരികൾ മാറുന്നത് കൊണ്ടാണ്. ഒന്ന് നോട്ട് ചെയ്തു. ഇപ്പൊ ഇവിടെ പറഞ്ഞത് എന്താണ്? അഭിപ്രായങ്ങൾ മാറിയത് ശരികൾ മാറിയത് കൊണ്ടാണെന്ന്. അതായത് അഭിപ്രായം മാറി എന്ന് പുള്ളി സമ്മതിക്കുന്നുണ്ട്. പക്ഷെ ഒരു 10 സെക്കൻഡ് പോലും കഴിയുന്നില്ല, അതിനു മുമ്പേ പുള്ളി തിരിച്ചു പറയുന്നുണ്ട് എന്റെ അഭിപ്രായം എവിടാ മാറിയെന്ന്. പറഞ്ഞു അഭിപ്രായങ്ങൾ പലതും മാറ്റിയില്ലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഏത് അഭിപ്രായമാണ് മാറ്റിയത്? മാറ്റിയിട്ടില്ല, അഭിപ്രായം മാറിയിട്ടേ ഇല്ല. കുറച്ചു മുമ്പേ പറഞ്ഞ അഭിപ്രായങ്ങള് നിലപാടനുസരിച്ചിട്ട് മാറുമെന്ന്. ഇപ്പൊ ഏത് അഭിപ്രായം മാറ്റിയേ? ആരാടാ അഭിപ്രായം മാറ്റിയത്? ഇത് തന്നെ എന്റെ പ്രശ്നം. ഇതാണ്. ഒന്ന് പറഞ്ഞത് കണ്ണടച്ച് തുറക്കുന്ന സമയം പോലും വേണ്ട, ഇങ്ങനെ അഭിപ്രായം മാറ്റിക്കളയും. മാരാറിനെ ഓന്തൊന്നും വിളിക്കാൻ പറ്റൂല. ഓന്തിനൊക്കെ ഒരു കുറച്ച് സമയം വേണം ഈ നിറവൊന്നും മാറി വരാൻ വേണ്ടിയിട്ട്. അഖിൽമാരാറിന് അങ്ങനെയൊന്നും വേണ്ട, ഒന്ന് ഞൊടിച്ചാൽ മതി, അപ്പം മാറ്റിക്കളയും. ഒന്നെന്തോ പോയെന്ന് പറഞ്ഞ് താപ്പോട്ടിട്ട് കുരിഞ്ഞപ്പോഴത്തേക്ക് ആള് മാറി. കോൺഗ്രസിന്റെ കൊടിയും പിടിച്ചോണ്ടിരിക്കുന്നതും പിന്നെ BJP-യുടെ കാവ്യം എടുത്തോണ്ടിരിക്കുന്നത് കാണാൻ പറ്റും. ഇതാണ് പ്രശ്നം. ഞാനും എടുത്തത് പറഞ്ഞത് അവിടെ ഞാൻ പോയത് BJP-യിലേക്കല്ല. ഞാൻ BJP പോകില്ല എന്ന് പറഞ്ഞെങ്കിൽ ഞാൻ BJP-യിലേക്ക് പോയിട്ടില്ല. അപ്പൊ ഞാൻ തറവാടിയാ. BJP-യിൽ പോയില്ല എന്ന് പറഞ്ഞുകൊണ്ട് BJP-യിലോട്ട് പോയതേ ഇല്ല. പക്ഷെ NDAക്ക് വേണ്ടിയിട്ടാണ് മത്സരിക്കുന്നത്. BJP-ക്കാരുടെ വോട്ട് വേണം, BJP-യുടെ ഫണ്ട് വേണം, BJP പ്രവർത്തകർ വേണം ഇയാളുടെ ഇലക്ഷൻ ക്യാമ്പയിൻ നയിക്കാൻ വേണ്ടിയിട്ട്. ഇതെല്ലാം BJP വേണം. പക്ഷെ ഞാൻ BJP പോവില്ലടേ. പക്ഷെ BJP എനിക്ക് ഇഷ്ടമല്ലാത്ത പാർട്ടിയാ. പക്ഷെ BJP ഞാൻ പോവില്ല. എന്തുവാ ഇങ്ങനൊരു തൊലിക്കട്ടിയുള്ള ഒരു മുതലിനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടില്ല. ഇങ്ങനെ ഇലക്ഷന് മുമ്പ് പിടിച്ചു കൂവി കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ അയ്യോ നമ്മളെ നമ്മള് നിന്നുരുകേനെ. പക്ഷെ അഖിൽമാരാർ നിന്നുരുകില്ല. അന്ന് ഇപ്പോഴും ഓർമ്മയുണ്ട്, മറ്റേ സുരേഷ് ഗോപിയുടെ കൂടെ നിന്നിട്ട് വിളിച്ചു പറഞ്ഞാണ് ഇലക്ഷന്റെ റിസൾട്ട് വരുന്ന അന്ന് ദിവസം അരുൺകുമാർ റിപ്പോർട്ടർ ചാനലിൽ ഇരുന്ന് അഖിൽമാരാർ മുന്നിലെന്ന് വിളിച്ചു പറയുന്ന ആ നിമിഷത്തിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യണമെന്ന്. 8 നില പൊട്ടുവന്ന് 100 അല്ല 150% ഉറപ്പുണ്ടായിട്ടും ഇമാതിരി കോൺഫിഡൻസ്, ഇങ്ങനെ പൊട്ടതരങ്ങൾ വിളിച്ചു പറയാനുള്ള കോൺഫിഡൻസ് അത് മാരാർക്കേ ഉള്ളു കേട്ടാ. അത് വേറെ ആർക്കും കണ്ടിട്ടില്ലേ. അതായത് അഭിപ്രായങ്ങളൊന്നും മാറിയിട്ടില്ല. ചോദിക്കുന്നു ഒന്നും മാറിയിട്ടില്ല ഗൈസ്, ഒരു അഭിപ്രായവും മാറിയിട്ടില്ല. നീ എവിടെയല്ലോ ഒരിടത്ത് നിക്കടേ. നീ മിനിറ്റില്ല സെക്കൻഡ് കൊണ്ടാണല്ലോ ഇങ്ങനെ മാറ്റി പറഞ്ഞോണ്ടിരിക്കുന്നത്. അവരെപ്പോഴും ഉപയോഗിക്കുന്ന സ്ട്രാറ്റജി എന്ന് പറയുന്നത് ജനങ്ങളെ ഭിന്നിപ്പിക്കുക, മതപരമായി ഭിന്നിപ്പിക്കുക. ആ ഭിന്നിപ്പിലൂടെ ഉണ്ടാവുന്ന വിഷയങ്ങൾ തന്നെയാണ് അവരുടെ വോട്ടുകൾക്ക് ആക്കം കൂട്ടുന്നത്. BJP-ക്കാരെ പറ്റിയാ പറയുന്നത്. ജനങ്ങളെ ഭിന്നിപ്പിച്ച് വോട്ട് മേടിക്കുന്ന പരിപാടിയാണ് അവന്മാരുടെ സ്ട്രാറ്റജി. ഈ വോട്ടിന് വേണ്ടിയിട്ടാണ് പുള്ളി NDAയിൽ നിന്നത്. കൊട്ടാരക്കര, തൃപ്പൂണിത്തറ, ഇതൊക്കെ BJP-ക്ക് സപ്പോർട്ടുള്ള സ്ഥലങ്ങളാണ്. അവിടെ കൊടുത്തില്ലെന്ന് പറഞ്ഞിട്ടാണ് കടന്ന് കരഞ്ഞത് ആ വോട്ടിന് വേണ്ടിയിട്ട്. ഉളുപ്പ് ലേശം. നീ തന്നെയല്ലേ അതും പറയുന്നത് ഇതും പറയുന്നത്. ഇതാണ് പ്രശ്നം. ജനങ്ങളെ ഭിന്നിപ്പിച്ച് വോട്ട് നേടുന്ന പാർട്ടിയാണത് പറയുന്നത്, എന്നാൽ ആ വോട്ടിന് വേണ്ടിയിട്ട് മത്സരിക്കുകയും ചെയ്യുന്നു. എന്തൊരു നിലപാട്. 2018 ഞാൻ എഴുതിയ ഒരു ലേഖനമാണ് പവർ ഓഫ് സോഷ്യൽ മീഡിയ എന്ന വിഷയത്തിൽ. അഖിൽമാരാർ എഴുതിയ ഒരു ലേഖനം പുള്ളി വായിക്കാൻ പോവാണ്, കേട്ടോ. ഉയർന്നു വരുന്ന യുവാക്കളുടെ ശബ്ദം രാഷ്ട്രീയ പാർട്ടികളെ തൂത്തെറിയപ്പെടുന്നത് BJP വിരുദ്ധരാവും എന്നതാണ് സത്യം. എന്തെന്നാൽ ഇന്ത്യയിൽ 2 രാഷ്ട്രീയം മാത്രമാണ് നിലവിലുള്ളത്. ഭാരതീയ സംസ്കാരത്തിൽ ഊന്നിയ BJP രാഷ്ട്രീയവും ഭാരത വിരുദ്ധ BJP വിരുദ്ധ രാഷ്ട്രീയവും. ഒന്നാം തരം BJP എഴുതി വെച്ചേക്കുന്നത് വളരെ വ്യക്തമാണ്. 2 രാഷ്ട്രീയം മാത്രം. ഒന്ന് BJP സപ്പോർട്ട് ചെയ്യുന്ന രാഷ്ട്രീയം, ഒന്ന് ഭാരത വിരുദ്ധ BJP വിരുദ്ധ രാഷ്ട്രീയം. രണ്ടെണ്ണമേ ഉള്ളൂ എന്ന് എഴുതിയിട്ടാണ് ഇപ്പൊ ഇവിടെ കിടന്ന് മെഴുകുന്നത്. നിങ്ങൾ കണ്ടോ? BJP വിരുദ്ധ രാഷ്ട്രീയം രാജ്യവിരുദ്ധ രാഷ്ട്രീയം എന്ന് പറയുകയാണ്. ഞാൻ പറഞ്ഞോട്ടെ, RSS പോലും പറയാത്ത RSS ഞാൻ പറയാം ഹാഷ്മി, എന്റെ കൃത്യമായ ഉത്തരം ഞാൻ പറയാം. അതായത് ഈ പോസ്റ്റ് ചെയ്യുന്നത് ഇൻസ്റ്റയിലാണ്. ഇൻസ്റ്റയിൽ ഞാൻ എഡിറ്റ് ചെയ്താൽ ഫേസ്ബുക്കിൽ എഡിറ്റ് വീഴത്തില്ല കേട്ടോ. അതുകൊണ്ടാണ്
അതുകൊണ്ടായിരിക്കും ഈ ഇൻസ്റ്റയിലെ ഫേസ്ബുക്കിലെ പോസ്റ്റിൽ ആ കോമ കാണാത്തത്. കോമയുണ്ട്. എന്താ അവിടെ ഒരു കോമിറ്റർ ഉണ്ടായിരുന്നത്. കോമിട്ട് കഴിഞ്ഞ പ്രശ്നം തീരുമെന്നാണ് പുള്ളി പറയുന്നത്. ഭാരത വിരുദ്ധ രാഷ്ട്രീയം, BJP വിരുദ്ധ രാഷ്ട്രീയം, രാജ്യവിരുദ്ധ രാഷ്ട്രീയം, അങ്ങനെ 3 എണ്ണമായി. പക്ഷെ പുള്ളി പറഞ്ഞേക്കുന്നത് 2 രാഷ്ട്രീയമേ ഉള്ളൂ എന്നാണ്. ഹാഷ്മി, ഇവിടെ 3 തരം രാഷ്ട്രീയം. അത് കോമയുണ്ടെന്ന് ഞാൻ വീണ്ടും പറഞ്ഞു. ഇൻസ്റ്റയിൽ നിങ്ങൾക്ക് കാണാം. തിരിച്ച് സാധനം തിരിച്ച് ഇപ്പൊ 3 രാഷ്ട്രീയമായി ഗൈസ്. ഒന്ന് പോസ്റ്റിൽ അത് 2 രാഷ്ട്രീയം. ഇപ്പൊ ഇവിടെ പുള്ളി ചോദിച്ചപ്പോ ഇവിടെ 3 രാഷ്ട്രീയമാണുള്ളത്. ഇത് തിന്നേണ്ടിരിക്കും, ഇനിയും മാറ്റും, നോക്കിക്കോ. ആദ്യ ഭാഗത്തുള്ള ഒറ്റക്കെട്ടായി വോട്ട് ചെയ്യും, രണ്ടാമത്തെ വിഭാഗം 100 ചിഹ്നങ്ങളിൽ വോട്ട് ചെയ്യും. സത്യമല്ലേ? 2 വിഭാഗമേ ഉള്ളൂ. അതെ അതെ, കോമയുടെ കളത്തിൽ പറയരുത്. അതെ, 2 വിഭാഗമേ ഉള്ളു. അതെ, നമ്മക്കിത് കേട്ടിട്ട് പ്രാന്ത് പിടിക്കുന്നതാ. എന്തോന്നാണ് ഇത് ഇങ്ങനെ? അഖില് പറയുന്നത് രാജ്യത്ത് 2 ടൈപ്പ് പൊളിറ്റിക്സേ ഉള്ളൂ. ഒന്ന് BJP പൊളിറ്റിക്സ്, രാജ്യസ്നേഹ പൊളിറ്റിക്സ്. BJP വിരുദ്ധ രാജ്യവിരുദ്ധ പൊളിറ്റിക്സ്. അങ്ങനല്ല. അതേ ഉള്ളു. കുറച്ചു മുമ്പേ പറഞ്ഞു 3 ഉണ്ട്. എന്നിട്ട് ഇപ്പൊ പറയുന്നു അതേ ഉള്ളു, 2 ഉള്ളു. ഇത് തന്നെയാണ് പ്രശ്നം. പറഞ്ഞത് ഒരു സെക്കൻഡ് ഒന്ന് ഉറച്ചു നിന്ന് അതിനകത്ത് നിന്നുകളാ. നിലപാടിന് ചിലപ്പോ ഒരു ആഗ്രഹം കാണും അഖിൽമാരുടെ കൂടെ നിൽക്കാൻ, പക്ഷെ നിൽക്കൂല. ഈ വ്യക്തിയാണ് കഴിഞ്ഞ ബിഗ് ബോസിൽ മറ്റേ അഗ്നിപരീക്ഷയുടെ ജഡ്ജായിട്ടിരിക്കുകയാണല്ലോ, ഒരു പയ്യന്റെ അടുത്ത് നിലപാടെന്ന് വെച്ചാൽ എന്താണ് എന്ന് പുള്ളി ചോദിക്കുന്നത്. നിലപാടിന്റെ രാജ്കുമാറാണ്. നമ്മുടെ കേരളത്തിലെ നിലപാട്ക രാജ്കുമാർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ പേർ ഞാറാർ. ദേശീയ തലത്തിൽ ഏത് രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുന്നു? അത് RSS 2 രാഷ്ട്രീയം. രാഷ്ട്രീയവും രാജ്യവിരുദ്ധരുടെ മറ്റു ഇതര 100 കണക്കിന് അവര് രാജ്യവിരുദ്ധ എങ്ങനെ 2 രാഷ്ട്രീയമേ ഉള്ളു. പുള്ളി പറയുന്നത് BJP വിരുദ്ധ രാഷ്ട്രീയം, പിന്നെ രാജ്യവിരുദ്ധരുടെ 100 കണക്കിനുള്ള ആൾക്കാരുടെ രാഷ്ട്രീയം. ഇതിനകത്ത് ഏത് രാഷ്ട്രീയത്തിൽ മാരാറ് പെടും? മാരാറ് കുറച്ചു മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാരാര് BJPയുടെ രാഷ്ട്രീയത്തെ അനുകൂലിക്കുന്നില്ല, BJPക്കാര് വർഗീയവാദികൾ, അവന്മാരായിട്ട് ഞാൻ ഒത്തുപോവില്ല. പക്ഷെ വോട്ട് വേണം കേട്ടോ, അവന്മാരായിട്ട് ഒത്തുപോവില്ല. അന്നേരം പുള്ളി പറയാണ് ഇവിടെ 2 രാഷ്ട്രീയം ഉള്ളൂ. ഒന്ന് BJP സപ്പോർട്ട് ചെയ്യുന്ന രാഷ്ട്രീയം, പിന്നെ ബാക്കി BJPയെ സപ്പോർട്ട് ചെയ്യാത്ത 100 കണക്കിന് ആൾക്കാരുടെ ഉള്ള രാജ്യവിരുദ്ധ രാഷ്ട്രീയം. അപ്പൊ ഈ രണ്ടാമത്തെ രാജ്യവിരുദ്ധ രാഷ്ട്രീയ കാറ്റഗറിയിലാണോ താൻ പെടുന്നത്? എല്ലാം ഒരു സംശയമാണ്. രണ്ടാമത്തെ കാറ്റഗറിയിലാണോ താൻ പെടുന്നത്? ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ മറുപടിയില്ല. ഇത് വേറെ തിരിച്ചങ്ങ് വരാല് പോലെ വഴുതി പൊക്കളയും. യോഗി ആദിത്യനാഥ് രാജ്യദ്രോഹ കേസിൽ കുടിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ 4 ദിവസം ചർച്ച നടത്തിയാണ്. അഖിൽമാരാർക്കെതിരെ രാജ്യദ്രോഹ കേസ് എടുത്തപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് നടന്നത്. എന്നെ സഹായിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. എങ്ങനെ വരും ഈ മുതലിനെ സഹായിക്കാൻ ആരെങ്കിലും പോവോ? മഹാത്മാഗാന്ധിയുടെ നിലപാടുകളെ കുറിച്ചുള്ള ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞു, അഖിൽമാരാർ താൽക്കാലിക നേട്ടത്തിനും സീറ്റ് കിട്ടാനും വേണ്ടി അഖിൽമാരാർ കളിക്കുന്ന കളിയും ഗാന്ധിയെ തമ്മിൽ കമ്പയർ ചെയ്യലെ അശ്ലീലമാണ്. ഞാനൊരു കാര്യം ഗാന്ധിയെ കമ്പയർ ചെയ്യലെ ഞാൻ പറഞ്ഞത് ഈ ലോകത്ത് ഞാൻ ഒരു മര്യാദ ഉണ്ട്. ഇയാള് ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് നിലപാട് മാറ്റത്തെ പറ്റിയുള്ള ചോദ്യം ചോദിച്ച സമയത്ത് ഗാന്ധിജിയുടെ സ്റ്റേറ്റ്മെന്റ് കോട്ട് ചെയ്ത് അതിനെ ന്യായീകരിക്കുകയാണ്. പക്ഷെ ഗാന്ധിജിയെ ഇഷ്ടമല്ല. ണ്ടായതുകൊണ്ടും ആ ജനങ്ങളെ ഞങ്ങൾക്ക് വേണമെന്ന് കരുതി കോൺഗ്രസ് പല വേദികളിലും വിളിച്ചു. അവർ എനിക്ക് ഇന്ത്യ എന്നല്ല, ഞാൻ എവിടെയും പോകും. എന്റെ ലക്ഷ്യം എന്റെ നിലപാടെന്ന് വെച്ചാൽ നിലപാട് ജനങ്ങളെ രക്ഷിക്കാൻ. ഞാൻ എവിടെയും പോകും. BJPക്കാര് വിളിച്ച അങ്ങോട്ട് പോകും, കോൺഗ്രസ്സുകാര് വിളിച്ച ഇങ്ങോട്ട് പോകും, 2020 വിളിച്ച അങ്ങോട്ട് പോകും, ഞാൻ എങ്ങോട്ടും പോകും. ഇത് തന്നെ ഹെൻസ് പ്രൂവ്ഡ്. നിനക്ക് നിലപാടില്ല എന്ന് നീ തന്നെ പറഞ്ഞ പോലെ ആയിപ്പോയി. എനിക്ക് ഗാന്ധിയോടൊന്നും ഒരു തരി ആരാധനയില്ല. ഗാന്ധിയോടൊന്നും ഒരു തരി ആരാധനയില്ല. പക്ഷെ പുള്ളി പറഞ്ഞ കാര്യങ്ങൾ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഗാന്ധിജി പറഞ്ഞ കോട്ട എടുത്ത് വെച്ചിട്ട് ന്യായീകരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഗാന്ധിജിയോട് ഒരു ആരാധനയില്ല, ഗാന്ധിജിക്ക് ആര്. പക്ഷെ ഗാന്ധിജി പറഞ്ഞ കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് കീറ്റാൻ ഒരു കുഴപ്പമില്ല കേട്ടാ, ന്യായീകരിക്കാൻ വേണ്ടിയിട്ട്. കൃത്യമായ റീസൺ ഉണ്ട്. ഹാഷ്മി പറഞ്ഞു മാപ്പ് കൊടുത്തവൻ എന്തിനാണെന്നേ ഈ വീട്ടുതടങ്കലിലും ജയിലുമായിട്ട് 50 വർഷം കിടന്നത്. എവിടെ കിടന്നു പറയുന്നത്? പിന്നെ താരക കച്ചവടം മാപ്പ് കൊടുക്കും. ഞാനാണെങ്കിൽ കൊടുക്കുമല്ലോ, 50 മാപ്പ് എഴുതി കൊടുക്കില്ല. 50 ഞാനൊന്ന് പറഞ്ഞോട്ടെ, 500 മാപ്പ് ഞാൻ എഴുതി കൊടുക്കും. സവർക്കർ 9 മാപ്പ് എഴുതി കൊടുത്തതേ ഉള്ളു. മാരാറായിരുന്നെങ്കിൽ 500 മാപ്പ് എഴുതി കൊടുത്തേനെ. അണ്ണാ എന്നെ ഒന്ന് വീടെന്നും പറഞ്ഞ്. ബ്രിട്ടീഷുകാർക്ക് മാപ്പ് എഴുതി കൊടുക്കാതെ ധീരമൃത്യു വരിച്ച ഭഗത് സിംഗ് ജനിച്ച നാടാണ്. അവിടെ നിന്നിട്ടാണ് നിങ്ങൾ പറയുന്നത് ബ്രിട്ടീഷുകാർ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ 500 മാപ്പ് എഴുതി കൊടുത്തേനെന്ന്. ഇത് തന്നെ അപ്പൊ കാണുന്നവരെ അപ്പാന്ന് വിളിക്കുന്ന പരിപാടി. ഇത് തന്നെയാണ് നിങ്ങൾ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നതും. ആര് ഇങ്ങനെ ഇല്ല ഒരു പൈസയുടെ കെട്ടിട്ട് ഇങ്ങനെ കുലുക്കി വിളിച്ചു കഴിഞ്ഞാലും ഇല്ല ചൂണ്ടയിട്ട് പിടിക്കുന്നതിന്റെ കൂട്ട അങ്ങോട്ടങ്ങ് ചെല്ലും. പ്രത്യേകിച്ച് ഒരു നിലപാട് പോലും ഒരു രാഷ്ട്രീയവും ഇല്ല. അഖിൽമാരാർക്ക് ആകെ കൂടിയുള്ള രാഷ്ട്രീയം ആമാശയ രാഷ്ട്രീയമാണ്. അവർ പറഞ്ഞ ശരിയാണ്, ആമാശയം വീർപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള
ഉള്ള രാഷ്ട്രീയം. സ്വാതന്ത്ര്യ സമരകാലം ഞാൻ ബ്രിട്ടനെതിരെ പോരാടി, എന്നെ പിടിച്ച് ജയിലിലിട്ടു. എന്നെ 3 വർഷം കഴിഞ്ഞപ്പോൾ എന്റെ അടുത്ത് ഒരാൾ ഒന്ന് പറയുക, എടാ ഇതിനകത്ത് കിടന്ന് നശിക്കാതെ നീ ഇറങ്ങി വാ, അവന്മാർക്ക് മാപ്പോ കോപ്പോ എന്താന്ന് വെച്ചാൽ എഴുതി കൊടുക്ക്. ഇത് ഞാൻ കൊഴുത്തിട്ട് ഇറങ്ങി വരാൻ നോക്കും, കാരണം എന്റെ ലക്ഷ്യം അകത്ത് കിടന്ന് നശിക്കാന്നുള്ളതല്ല. അതായത് ഭഗത് സിംഗ് മാപ്പ് പറയുമ്പോൾ പോടാ എന്ന് പറഞ്ഞിട്ട് ഇൻകുലാബ് വിളിച്ച് കഴിമരം കയറിയാളാ ഭഗത് സിംഗ്. ആ ഭഗത് സിംഗ് തൂക്കി കൊന്നതാ, തൂക്കി കൊന്നു. അതാ പറയുന്നത്. തൂക്കി കൊന്നായിരുന്നു. അങ്ങനെ നട്ടൽ നമ്മളൊരു നഗ്ന സത്യം മനസ്സിലാക്കേണ്ടതാണ് ഗൈസ്. നിലപാട് മാത്രമല്ല, പുള്ളിക്ക് നട്ടൽ എന്ന് പറയുന്ന സാധനവും ഇല്ല, മനസ്സിലായോ? ഉറപ്പില്ല. അതാണ് ഭഗത് സിംഗിനെ ആരാധിക്കുന്ന താങ്കൾക്ക് ദാസ്യമായി നിന്നുകൊണ്ട് എന്താണ് ഈ പറഞ്ഞ മാപ്പ് പറഞ്ഞ സവർക്കർ എങ്ങനെ അനുഭവിക്കാൻ പറ്റുക? അയ്യേ എന്റെ പൊന്ന് ഹാഷ്മി, മാപ്പ് 2 രീതി പറയാം. സ്വയം തെറ്റ് മാപ്പേ ഉള്ളൂ. ഒരു അത് ഏതടി 2 മാപ്പ്? ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് മാപ്പ്, ഒറിജിനൽ മാപ്പ്, അങ്ങനെയൊക്കെ ഉണ്ടോ മാപ്പിന്? മാപ്പ് 2 രീതിയിൽ പറയാം. പുതിയ പുതിയ അറിവുകളാണ്. അതായത് NSSനെയും SNDPയും ഒക്കെ തള്ളി പറയുന്ന പ്രതിപക്ഷ നേതാവ് മതരാഷ്ട്രവാദം ഉയർത്തിപ്പിടിക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയെ കൂടി തള്ളി പറയേണ്ടിയിരിക്കുന്നു. ഈ വിഷയം അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല എന്ന് ഇദ്ദേഹത്തിനുമായിട്ട് വേണ്ടപ്പെട്ട ആൾക്കാർ പറയുന്നു. കോൺഗ്രസ്സുകാർ സീറ്റ് കൊടുക്കാത്തതിന്റെ കാര്യമാണ് പറയുന്നത്. കോൺഗ്രസ് മുസ്ലിം ലീഗ് ഒന്നാണല്ലോ, അപ്പൊ അവരെയും കൂടെ തള്ളി പറയണം എന്ന് പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പൊ നീ എന്തിനാണ് അങ്ങനെ ഒരു പോസ്റ്റ് ഇടാൻ പോയതെന്ന് സന്ദീപ് വാര്യർ ആ സമയത്ത് എന്നെ വിളിച്ച് ചോദിക്കുന്നു. അത് പ്രതിപക്ഷ നേതാവിന് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഞാൻ സംസാരിക്കാം. സന്ദീപ് എന്നോട് പറയുന്നുണ്ട്, അഖിലെ എങ്ങ് മാറിപ്പോകരുത്, ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ ഒരു പരിഗണന നിനക്കുണ്ടാവും, നീ അങ്ങനെ മാറരുതെന്നൊക്കെ പറയുന്ന സമയത്താണ് ഞാൻ ഇങ്ങനെ ഒരു സൂചന പറയുന്നു. ഞാൻ ആദ്യം ഏതാന്ന് വെച്ചാൽ ഇത് 1.5 വർഷം മുന്നേ RSS നേതാക്കന്മാരെടുത്തും സുരേഷ് ഗോപി അടുത്തും ഞാൻ പറഞ്ഞതാണ്, സ്വതന്ത്രനായി കൊട്ടാരക്കരയിൽ മത്സരിച്ചാൽ BJP എന്നെ പിന്തുണയ്ക്കുമോ, BJPക്ക് ഒരു പൊതു സ്വതന്ത്ര കാഴ്ചപ്പാടുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നുണ്ട്. എന്താ ഗൈസ് പറയണ്ടേ? ഇങ്ങനെ എത്ര തവണ ഞാൻ BJP-കാരനല്ല, ഞാൻ BJP-യുടെ വക്താവല്ല, BJP വർഗീയവാദികളാണ്, BJP അതാണ് ഇതാണ്, BJP-യുടെ മതം പറഞ്ഞാണ് വോട്ട് പിടിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് BJP-യുടെ എല്ലാ കാര്യങ്ങളും പറയുന്ന ഒരു വ്യക്തി, ഇത്രയും ആ ഒരു പാർട്ടിയോട് എതിർപ്പുള്ള ഒരു വ്യക്തി എങ്ങനെ BJP-കാരെയും കണ്ട് RSS-കാരെയും കണ്ട് അവര് നിങ്ങൾ എന്നെ പിന്തുണയ്ക്കുമോ? എങ്ങനെ ഇയാളെ വിശ്വസിക്കാൻ പറ്റൂടെ? കള്ളൻ എന്ന് പറഞ്ഞാൽ ലോക കള്ളൻ. വാ തുറക്കുന്നത് കള്ളം പറയാനും പറഞ്ഞത് മാറ്റി പറയാനും ആഹാരം കഴിക്കാനും വേണ്ടി മാത്രം. ഇങ്ങനെയുണ്ടോ? ഒരു മര്യാദ കണ്ടേ മര്യാദ. റൂമിൽ വർക്ക് ചെയ്യുന്ന ഹാഷ്മിയെ വിളിച്ചിട്ട് 5 ലക്ഷം രൂപ ശമ്പളം തരാന്ന് പറഞ്ഞ് 24 കൊണ്ടുവന്നിട്ടുണ്ട്. കുനിച്ചിരുത്തി കൂമ്പിനി തന്നിനകത്ത് ഇട്ടേക്കുക. ഒരു പ്രൊഫഷൻ പോലെയാണ് അപ്പോ അഖിൽ കാണുന്ന രാഷ്ട്രീയം. എനിക്ക് പ്രൊഫഷനാണ്, പിന്നല്ലാതെന്താ? രാഷ്ട്രീയം ഒരു പ്രൊഫഷൻ. സീരിയസ്ലി ആളുകളെ സഹായിക്കുന്നത് അല്ലെങ്കിൽ സേവിക്കുന്നത് ഒരു പ്രൊഫഷനാണോ? ചുരുക്കം പറഞ്ഞാൽ നിങ്ങൾ രാഷ്ട്രീയത്തിലോട്ട് ഇറങ്ങിയത് തന്നെ കാശിന് വേണ്ടിയിട്ട്. നമ്മളൊരു പ്രൊഫഷൻ ചൂസ് ചെയ്യുന്നത് എന്തിനാണ്? അതിനുള്ള ഇഷ്ടം കൊണ്ട്, അതിൽ നിന്ന് നമുക്ക് സമ്പാദിക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ ലൈഫ് സ്റ്റൈൽ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട്. ഞാൻ എന്റെ ജോലി കളഞ്ഞിട്ട് ഞാൻ യൂട്യൂബ് ഒരു പ്രൊഫഷനായിട്ട് കരുതുന്നുണ്ടെങ്കിൽ എനിക്ക് യൂട്യൂബിൽ നിന്ന് നല്ല പേയ്മെന്റ് കിട്ടുന്നുണ്ടാണ്. അപ്പൊ ഇയാള് ഈ പൊതുപ്രവർത്തനം എന്ന് പറഞ്ഞ് ഇറങ്ങിയേക്കുന്നത് പ്രൊഫഷനായിട്ടാണ്. ഇപ്പൊ എനിക്ക് മനസ്സിലായി മറ്റേ അക്കോമഡേഷൻ കഥ. ഈ 2020 പാർട്ടി കയറിയിട്ട് അക്കോമഡേഷൻ നിങ്ങൾ എനിക്ക് ചെയ്തോ, ആ അക്കോമഡേഷൻ എന്താണെന്ന് ഇപ്പൊ മനസ്സിലായി. ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് കിട്ടിക്കഴിഞ്ഞാൽ വളരെ കൃത്യമായ അക്കോമഡേഷൻ ചെയ്തിട്ടാണ് വിളിക്കുന്നത്. ഇപ്പം സീതാമണിപ്പം ഇതിൽ അക്കോമഡേഷൻ ചെയ്തില്ല എന്ന് മാത്രമല്ല, ഞാൻ എന്ത് മനസ്സിലായല്ലോ, അക്കോമഡേഷൻ എന്താണെന്ന് ഇപ്പൊ മനസ്സിലായല്ലോ. അത് തന്നെ കൊണ്ടാണോ ഇതിൽ വന്നത്, അതുപോലും ചെയ്തു തരാൻ പറ്റാതെ തൃപ്പൂണിത്തറ സീറ്റ്. രണ്ടാമത്തെ കാര്യം, ഈ പറഞ്ഞ അക്കോമഡേഷനെ പറ്റി പറഞ്ഞത് എന്താണ്? അക്കോമഡേഷൻ നിങ്ങളെന്ത് ഞാൻ പറഞ്ഞു, ഉദ്ദേശിക്കുന്നത് സാധാരണ 2020 പോലത്തെ ഒരു ചെറിയ പാർട്ടിയിൽ അക്കോമഡേഷൻ എന്ന് പറഞ്ഞാൽ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ, ജോലി വിത്ത് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ, അതാണ് ഉദ്ദേശിച്ചത്. കിടക്കാൻ ഒരു ഇടമാണ് അക്കോമഡേഷൻ എന്നൊന്നും പറഞ്ഞേക്കല്ലേ. ഇപ്പൊ നിങ്ങൾ എല്ലാരും ഈ ചർച്ച ചെയ്യുമ്പോഴത്തേക്ക് ഒരു രാഷ്ട്രീയ നേതാവിനെ സൃഷ്ടിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാ അല്ലേ? അയാൾ ആ പാർട്ടി വിടുമ്പോഴാണ് എതിരഭിപ്രായങ്ങൾ വരുന്നത്. അഖിൽമാരെ സൃഷ്ടിച്ചത് രാഷ്ട്രീയ പാർട്ടിയല്ല. ഞാൻ പറഞ്ഞോട്ടെ, എന്റെ സ്വന്തം അധ്വാനം കൊണ്ട് ഞാൻ നേടിയെടുത്ത പൊസിഷനാണ് നമ്മളെ വിളിക്കുന്നത്. അല്ലാതെ എനിക്ക് വേണ്ടി കുറെ അണികൾ കഷ്ടപ്പെട്ട് ഞാൻ നേതാവായ ആളല്ല. അതിൽ തർക്കമില്ല. പക്ഷെ രാഷ്ട്രീയ പാർട്ടിയിലോ അഖിൽമാരെ പോകുമ്പോൾ അഖിൽമാർ ഡിമാൻഡ് ചെയ്യുന്ന അക്കോമഡേഷൻ, വാട്ട് ഈസ് ദാറ്റ് അക്കോമഡേഷൻ? അങ്ങനെ മറുപടി ഇല്ല. ചോദിക്കുന്നത് ചക്കാന്ന് ചോദിക്കുമ്പോ താമരാന്നാ പറഞ്ഞോണ്ടിരിക്കുന്നത്. അക്കോമഡേഷൻ എന്തുവാ? ഉത്തരവില്ല. അക്കോമഡേഷൻ ചെയ്തെങ്കിൽ എന്താണ് അക്കോമഡേഷൻ? ഞാൻ പറഞ്ഞ എന്റെ ഹാഷ്മി, ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. സംഭവം തന്നെ, പക്ഷെ പറയാൻ പറ്റത്തില്ല. പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടല്ലോ, പറയാൻ പറ്റത്തില്ല. ഞാൻ അത് പറഞ്ഞത് എന്താ, നിങ്ങൾ കേട്ടിട്ട് പോലും നിങ്ങൾ മനസ്സിലാവുന്ന വെച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? സാധാരണ ഒരാൾ വരുന്നത് പല അക്കോമഡേഷനും ചോദിച്ചിട്ടാ, ഞാനതൊന്നും ചോദിച്ചില്ല എന്ന് മാത്രമല്ല, എന്റെ പൊന്നെ കള്ളൻ, പെരുങ്കള്ളൻ. ഇത് ഈ കുറച്ചു പേരാടാ ആ വോയിസ് അവർ പ്ലേ ചെയ്ത് കാണിച്ചത്. അത് പ്ലേ ചെയ്തിട്ട് 1 മിനിറ്റ് പോലും തന്നില്ല. അതിന് മുമ്പേ പറയുന്ന കേട്ടോ, കള്ളത്തിനെ കണ്ടോ? ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് കിട്ടിക്കഴിഞ്ഞാൽ വളരെ കൃത്യമായ അക്കോമഡേഷൻ ചെയ്തിട്ടാണ് വിളിക്കുന്നത്.
കേട്ടല്ല, എന്നെ പോലെ ഒരുത്തനെ രാഷ്ട്രീയ പാർട്ടിയിൽ കിട്ടിക്കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ടുള്ള അക്കോമഡേഷൻ ചെയ്തിട്ടാണ് വിളിക്കുന്നത് എന്ന് പുള്ളി അവരുടെ അടുത്ത് പറഞ്ഞതാണ്. വിച്ച് മീൻസ് നിങ്ങൾ അത് ചെയ്തില്ല, ചെയ്യണമായിരുന്നു. അതാണ് അതിന്റെ അർത്ഥം. ഒറ്റ അർത്ഥമേ ഉള്ളൂ. എന്നിട്ട് ഇപ്പൊ വന്നിരുന്ന് പണച്ചില്ല കേട്ടാ. കള്ളൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുണ്ടോ? പേരും കള്ളൻ. ഇത് കഴിഞ്ഞിട്ട് ഒരു വീഡിയോ പ്ലേ ചെയ്യും, അതൊന്ന് കണ്ടോ. പുള്ളിയുടെ ഇലക്ഷൻ ക്യാമ്പയിൻ സമയത്തുള്ള വീഡിയോ ആണ്. 25-ാം തീയതി ഞാൻ സാബു ജേക്കബിനോട് പറഞ്ഞതാണ്, സാർ എനിക്ക് വേണം, തൃക്കാക്കര ഞാൻ മത്സരിക്കാൻ തയ്യാറാണ്. അപ്പൊ പുള്ളി പറഞ്ഞു, നമ്മുടെ A ക്ലാസ് മണ്ഡലം പെരുമ്പാവൂരാണ്. അന്ന് തൃപ്പൂണിത്തറ 2020 കൊടുക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പ് വന്നിട്ടില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു പെരുമ്പാവൂരാണ്, കുന്നത്തുനാട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അടുത്ത A ക്ലാസ് മണ്ഡലമാണ്. ഞാൻ പറഞ്ഞു അല്ല, നമുക്ക് തൃക്കാക്കര ജയിക്കാൻ പറ്റും. അങ്ങനെ ഞാൻ തീരുമാനിച്ചുറപ്പിച്ച് തെരഞ്ഞെടുത്ത മണ്ഡലത്തിലേക്ക് എന്നെ എത്തിച്ചത് ഈശ്വരനാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മറുപടി പറയാം. ഇതിന് മറുപടി പറഞ്ഞാൽ ഞാൻ ഇതിന് മറുപടി പറഞ്ഞാൽ ഒരു മിനിറ്റ് കളിയാക്കി ചിരിക്കലല്ല ഞാൻ പറയുന്നത്. ഈ ചെങ്ങായിക്ക് ഉളുപ്പെന്ന് പറയുന്നൊരു സാധനം എന്താണെന്ന് പോലും അറിയൂല കേട്ടാ. ഇങ്ങനൊക്കെ വന്ന് പോയി പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇലക്ഷൻ സമയത്ത്. ഞാൻ അത്രയും പ്രഷർ ചെലുത്തി തെരഞ്ഞെടുത്ത മണ്ഡലമാണ് തൃക്കാക്കര എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഈശ്വരനെ എത്തിച്ചതെന്ന്. ആ ഈശ്വരനെ എത്തിച്ചെന്ന് പറയുന്നതിനകത്ത് തന്നെ എന്തുകൊണ്ട് അവിടെ ഈശ്വരനെ പറഞ്ഞു? ഊഹിക്കാമല്ലോ എന്തുകൊണ്ട് ഈശ്വരനെ പറഞ്ഞു. നേരത്തെ പറഞ്ഞ മറ്റേ വർഗീയവാദികളുടെ വോട്ട്, അതിന് വേണ്ടിയിട്ട് പറഞ്ഞ മനസ്സിലായോ? എന്നെ പടച്ചവനെ എത്തിച്ചെന്ന് പറഞ്ഞില്ലല്ലോ, കർത്താവ് എന്നെ എത്തിച്ചെന്ന് പറഞ്ഞില്ലല്ലോ. എന്തുകൊണ്ട് ഈശ്വരനെ എത്തിച്ചെന്ന് പറയുന്നു? ഞാൻ പറയുന്നത് കൺട്രോള് പോയി, എല്ലാം കൂടെ താങ്ങാൻ പറ്റുന്നില്ല. ഇമാതിരി സാധനമൊക്കെ പറഞ്ഞു വെച്ചിട്ടാണ് ഇയാള് വന്നിട്ട് പറയുന്നത്, എന്നെ ചതിച്ച് എനിക്ക് കൊട്ടാരക്കര തന്നില്ല, തൃപ്പൂണിത്തറ തന്നില്ല, എനിക്ക് ചതിച്ച് എന്നെ ചതിച്ച് നാഗണ്ട കഞ്ഞിയാക്കി, ഞാൻ അവിടെ കിടന്ന് ബഹളം വെച്ച് എന്നെ ഇവര് ചതിച്ചതാണ് എന്ന് പറഞ്ഞ അഖിൽമാരാണ് ഇപ്പൊ നിങ്ങൾ കേട്ടത്. ഞാൻ ചോദിച്ചു മേടിച്ചതാണ് തൃക്കാക്കരയെന്ന്. ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഞാൻ തോക്കാൻ വേണ്ടിയാ മത്സരിക്കുന്നത്. കേരള രാഷ്ട്രീയത്തിലുള്ള സത്യസന്ധനെ പറഞ്ഞേ. ഞാൻ പറഞ്ഞു ഇല്ല, ഇയാൾ കുറെ നാട് മാധ്യമ ദൈവത്തിന്റെ കരുതല് ഒന്ന് പറഞ്ഞു. ഒന്ന് പറഞ്ഞു എന്നിട്ട് അഖിൽ പറയുകയാണ് അഖിലിന്റെ കൈകാലം കെട്ടി വഞ്ചിച്ചു എന്ന് പറയണം. നിലപാട് മാറ്റം മാത്രമല്ല, ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അഖിൽമാരാറ് കള്ളത്തരം പറയുവാണെങ്കിലും 100% കോൺഫിഡന്റോട് കൂടിയേ പറയത്തുള്ളൂ. തൃക്കാക്കര ദൈവം എന്നെ ഇവിടെ എത്തിച്ചതാണ്, ദൈവം എന്നെ ഇവിടെ എത്തിച്ചതാണ്, ഞാൻ ചോദിച്ചു മേടിച്ചതാണ്. ഈ രീതിയിലൊക്കെ പുള്ളി കള്ളത്തരം പറയത്തുള്ളൂ. ഇതിൽ എന്ത് മനസ്സിലാക്കാം? എന്ത് നാറിയ കളി കളിച്ചും ജയിക്കുക. എത്തിക്സ് എന്ന് പറയുന്ന സാധനമില്ല. ആളുകൾക്ക് എന്ത് വാഗ്ദാനം വേണമെങ്കിലും കൊടുക്കും, പക്ഷെ ചെയ്യൂല. ഇതാണ് പുള്ളിയുടെ പൊളിറ്റിക്സ്. ഇതാണ് ജയിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആളുകളെ പറഞ്ഞ് വഞ്ചിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാനും ഞാൻ റെഡിയാണ്. അഖിൽമാരാർ മുന്നോട്ട് വെക്കുന്ന പൊളിറ്റിക്സ് ഇതാണ്. ആര് ശ്രദ്ധിക്കും? അഖില് പറയണമെന്നേ, കൊട്ടാരക്കര സീറ്റ് കിട്ടും, ഞാൻ കൊട്ടാരക്കര സ്വന്തമായി മത്സരിക്കുന്നു പറയണം, ശ്രദ്ധിക്കും. അല്ല, അങ്ങനെ വന്നാൽ അത് വീണ്ടും സംസാരിക്കാൻ പോകുന്നത് കോൺഗ്രസ്സുകാർ അവനെ വലിപ്പിച്ചു, ചാടി 2020 അവരും വലിപ്പിച്ചു. ഞാൻ വിചാരിച്ചു മത്സരിക്കാം. ഇപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ, നിന്ന് 8 നില പൊട്ടുകയും ചെയ്ത് ആരും വലിപ്പിച്ചതുമില്ല, ചീത്തപ്പേരായതുമില്ല. ഇപ്പൊ പിന്നെ കുഴപ്പമില്ല. അന്ന് ചാടി പോയിരുന്നെങ്കിൽ ഇത്രയും ചീത്തപ്പേര് വരത്തില്ലായിരുന്നു. ഇതിപ്പോ നിന്ന് തോറ്റ് ഇയാൾക്ക് അക്കോമഡേഷൻ കിട്ടാതെ വന്നപ്പോഴത്തേക്ക് നൈസായിട്ട് ചാടി ഇപ്പുറത്തോട്ട് വീണുണ്ട്. കൊള്ളാം. ഭൂരിപക്ഷത്തിന്റെ പകുതി പോലും ഒരു തെരഞ്ഞെടുപ്പ് കാര്യമുണ്ടോ? അഖിൽമാരാണോ മത്സരിച്ചത്? അല്ല, ഇന്ത്യയാണ് മത്സരിച്ചത്. അഖിൽമാരാണോ മത്സരിച്ചത്? അല്ല, ഇന്ത്യയാണ് മത്സരിച്ചത്. ഇപ്പൊ ഇങ്ങനായോ? അഖിൽമാരാർ തോറ്റിട്ടില്ല, അഖിൽമാരാർ മത്സരിച്ചിട്ടില്ല, ഇന്ത്യയാണ് മത്സരിച്ചത്. ഇങ്ങനെ പറ. 3 കോടി രൂപ എന്റെ പേരിൽ മേടിച്ചെടുത്ത ആൾ 40 കോടി രൂപ ഇത്രയും മണ്ഡലം 19 മണ്ഡലത്തിന്റെ പേരിൽ മേടിച്ചെടുത്ത ചോദിച്ചാൽ ലിക്വിഡ് പൈസ കൊടുക്കുന്നതിനും തെരഞ്ഞെടുപ്പ് കൊണ്ട് കൊടുക്കുന്നതിനും ലോകത്താർക്കെങ്കിലും തെളിവ് പറയാൻ പറ്റൂ? 40 കോടി ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ കണ്ടോ എന്ന് ചോദിച്ചാൽ ലോകത്ത് എല്ലാത്തിനും തെളിവ് പറയാൻ പറ്റത്തില്ല. ഇന്നൊരു 40 കോടി രൂപ മേടിച്ചു, 3 കോടി രൂപ ഇയാളുടെ പേര് മേടിച്ചു സാബു ജേക്കബ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പൊ ഡയലോഗ് അടിച്ചോണ്ടിരിക്കുന്നത്. തെളിവുണ്ടോ? തെളിവൊന്നുമില്ല. ട്രസ്റ്റ് മീ ബ്രോ, ഇതാണ് തെളിവ്. ഞാൻ പറയുന്നത് വിശ്വസിക്കൂ. തെളിവൊന്നുമില്ല. പക്ഷെ കണ്ടോന്ന് ചോദിച്ചാൽ അത് കണ്ടിട്ടില്ല. പക്ഷെ എന്താണ് തെളിവ്? ട്രസ്റ്റ് മീ ബ്രോ, തെളിവാ. ഇതാണ് പുള്ളിയുടെ ലൈൻ. ഇപ്പൊ ശരിക്കും ഏതാ പാർട്ടി?
എപ്പോഴും സ്വതന്ത്രനാണ്. കഴിഞ്ഞ 8 വർഷം, ആക്ച്വലി 8 വർഷമായിട്ട് സ്വതന്ത്രൻ. ആ സ്വതന്ത്രനിൽ നിന്ന് ഒരു സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിച്ചത് മാറ്റി നിർത്തിയാൽ ഒരു സ്വതന്ത്ര ഇന്ത്യൻ പൗരൻ. പാർട്ടിയൊന്നുമില്ല. അങ്ങനെ ചോദിക്കില്ലേ, ഇപ്പൊ ഏതാ പാർട്ടിയിൽ നിന്നും അങ്ങനെ ചോദിക്കാൻ പാടില്ല. ഇനി എന്താണെങ്കിലും ഒരു പാർട്ടിക്കാരും അടുപ്പിക്കില്ല എന്നുള്ളത് കാര്യം തീരുമാനമായിട്ടുണ്ട്. കാര്യം BJP-കാരെ പറയുന്നുണ്ട്, കമ്മ്യൂണിസ്റ്റുകാരെ പറയുന്നുണ്ട്, കോൺഗ്രസ്സുകാരെ പറയുന്നുണ്ട്, എല്ലാവരെയും പറയുന്നുണ്ട്. അഖിൽമാരാർ ഇനി പൊളിറ്റിക്സിലോട്ട് ഇറങ്ങണമെങ്കിൽ സ്വന്തമായിട്ട് ഒരു പാർട്ടി തുടങ്ങണം. പാർട്ടി അഖിൽമാരാർ തുടങ്ങുവാണെങ്കിൽ പാർട്ടിക്ക് ഇടാൻ പറ്റിയ ഒരു പേരെന്തായിരിക്കും ഗൈസ്? ഒരെണ്ണം സജസ്റ്റ് ചെയ്യും. നേരത്തെ പറഞ്ഞ ആ പേരിടാം, TMB, ട്രസ്റ്റ് മീ ബ്രോ പാർട്ടി. അത് സൂപ്പർ ആയിരിക്കും. TMB അത് പൊളിക്കും. ട്രസ്റ്റ് മീ ബ്രോ പാർട്ടി എല്ലാവരും അഖിൽമാരെ വിശ്വസിക്കും. പിന്നെ പുള്ളിയാണ്ട് പറയാൻ പറ്റത്തില്ല. ആരെങ്കിലും വന്നിട്ട് വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ അങ്ങ് പോവും ഇതുവഴി. ഇതിപ്പം കുറച്ചാളും കൊണ്ട് കഴിയുമ്പോഴത്തേക്ക് ഈ കെട്ടൊക്കെ ഇങ്ങോട്ട് അടങ്ങുമ്പോഴത്തേക്ക് BJP-കാര് ഇങ്ങനെ കിലുക്കി വിളിക്കുമ്പോഴത്തേക്ക് വരുന്നോ എന്റെ കൂടെ നാ വരുന്നു എന്നും പറഞ്ഞ് വേണമെങ്കിൽ അങ്ങ് ചെല്ലും. പറയുന്നില്ലായ അതൊക്കെ അത്രേ ഉള്ളു. BJP-ക്ക് വളരണമെങ്കിൽ ദേശീയത വേണം, ഹിന്ദു മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ ഭിന്നത വേണം. ഇതില്ലെങ്കിൽ ഇവർ വരുത്തി തീർക്കും. ദേശീയതയും ഹിന്ദു മുസ്ലിം വിഭാഗീയതയും തന്നെയാണ് BJP-യുടെ അടിസ്ഥാന വളം. തെരഞ്ഞെടുത്ത മണ്ഡലത്തിലേക്ക് എന്നെ എത്തിച്ചത് ഈശ്വരനാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ അഖിൽമാരാർ പറയുന്നത് BJP വർഗീയവാദി പാർട്ടി, അവരുടെ വോട്ട് ഉണ്ടെങ്കിൽ BJP-ക്ക് നിലനിൽപ്പുള്ളൂ. അഖിൽമാരാർ ഈ ഇലക്ഷൻ ക്യാമ്പയിന്റെ ഭാഗമായിട്ട് പുള്ളി ഇട്ടേക്കുന്ന ഡ്രസ് അടക്കം നോക്കിക്കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ മതവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡ്രസ്സുകളാണ്. ഈ കാണിച്ച സ്പീച്ചിന്റെ അവസാനം ഈശ്വരനാണ് എന്നെ ഇവിടെ എത്തിച്ചത്. അപ്പൊ അഖിൽമാരാർ വോട്ട് പിടിക്കാൻ ഇറങ്ങിയത് എന്തിന്റെ ബേസിസിലാണ്? ഈ സെയിം സാധനം നിങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞ വിരുദ്ധത വെച്ച് തന്നെയാണ്. എന്നിട്ട് വന്നിരുന്ന് കൂടുതൽ നല്ല വെള്ള ചമയാൻ ശ്രമിക്കല്ലേ മാരാരെ. എന്തുകൊണ്ട് മാരാരെന്ന് ചേർത്തു പേരിന്റെ കൂടെ? വേറൊന്നും കിട്ടിയില്ലേ? ഉള്ളിന് നല്ല പച്ച വർഗീയത കിടപ്പുണ്ട്, പക്ഷെ അത് പുറത്തോട്ട് ഇറക്കുന്നില്ല. എടുത്തു കഴിഞ്ഞാൽ തിരിയും. മനസ്സിലായ? ഇത് ജനകീയ കോമഡിയുടെ ഫസ്റ്റ് എപ്പിസോഡാണ്. ഇത് കഴിഞ്ഞിട്ട് ഒരു എപ്പിസോഡ് വന്നിട്ടുണ്ട്, ഒരു 55 മിനിറ്റ്സിന്റെ എപ്പിസോഡ് വന്നിട്ടുണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഇതിന്റെ റെസ്പോൺസ് നോക്കിയിട്ട് ഇതിന് കോപ്പറേറ്റ് സ്ട്രൈക്ക് പോലും കിട്ടൂല്ലെന്ന് അറിയത്തില്ല. കിട്ടിയില്ലെങ്കിൽ നമുക്ക് നാളെ ആ വീഡിയോ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, മാരാറിന്റെ കോമഡികൾ ഭയങ്കര രസമാണ്. അപ്പൊ കൂടുതലൊന്നും പറയുന്നില്ല, അടുത്തൊരു കോമഡി ആയിട്ട് വരാം. അപ്പൊ ശരി, ബൈ.